ചേട്ടാ, ഇലത്തൂർ നിന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇലത്തൂര് വിമത നീക്കത്തോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രി പദവി അലങ്കരിച്ച AK ശശീന്ദ്രന്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം അവിടെ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോ ഈ വിമതൻ അല്ലെങ്കിൽ അപരന്മാരുണ്ട് അവിടെ. അപരന്മാരോടൊപ്പം തന്നെ തന്റെ ചിഹ്നം നഷ്ടപ്പെട്ടു പോയ വിഷമത്തിലാണ് AK ശശീന്ദ്രനുള്ളത്. ചിഹ്നത്തിന്റെ നഷ്ടത്തിലൂടെ വോട്ട് സമാഹരിക്കാൻ പോകുന്നത് UDF ആണെന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. എന്ത് പറ്റി ഇത്തവണ തന്റെ ചിഹ്നം നഷ്ടപ്പെട്ടു പോയ വിഷമത്തിലാണോ AK ശശീന്ദ്രൻ? ഈ കഴിഞ്ഞ ഇടത് സർക്കാർ, അതായത് പിണറായി വിജയൻ രണ്ടാമത് സർക്കാരിലെ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു മന്ത്രിയാണ് ശശീന്ദ്രൻ. വന്യജീവി എന്ന് വെച്ചാൽ നാളിതുവരെ കേരളം കാണാത്ത രീതിയിൽ വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്ന, അതായത് പുലിയും കടുവയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ച ഒരു മന്ത്രിയാണ് അദ്ദേഹം. ഞാൻ രാജിവെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നാണ് ഒരു മന്ത്രി ചോദിക്കുന്നത്. പിന്നെ ഇദ്ദേഹം എന്തിനാണ് മന്ത്രിയായി ഇരിക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ജീവനക്കാർ പോലും കേൾക്കില്ല, സ്വന്തം ഓഫീസിൽ ഇരിക്കുന്നവർ പോലും കേൾക്കില്ല. പിന്നെ എന്തിനിങ്ങനെ ഒരു മന്ത്രി? അപ്പോൾ വയസ്സ് 80 വരെ കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് അധികാരമോഹത്തിൽ യാതൊരു അധികാരം അതിനകത്ത് യാതൊരു മാറ്റവും അദ്ദേഹത്തിനില്ല. PC ചാക്കോയാണ് അവരുടെ നേതാവ്. PC ചാക്കോ കളിക്കാവുന്ന കളി എല്ലാം കളിച്ചിട്ടും ഡൽഹിയിൽ പോയി പിന്നെ അവരുടെ ശരത് പവാർ എന്ന് പറയുന്ന നേതാവിനെ കണ്ട് അദ്ദേഹം തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ കേരള ഘടകത്തിൽ നിന്ന് കൊടുത്തൊരു പണിയാണ് അജിത് പവാർ എന്ന് പറഞ്ഞാൽ ഈ NCPയിൽ അജിത് പവാർ ഘടകം എന്ന് പറഞ്ഞൊരു ഘടകം കൂടെ ഉണ്ട്. അത് അജിത് പവാർ എന്ന് പറയുന്നത് ഈ ശരത് പവാറിൻ്റെ തന്നെ ബന്ധുത്വത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആളായിട്ട് മറ്റൊരാൾ PK ശശീന്ദ്രൻ എന്ന ഒരാൾ, മറ്റേത് AK ശശീന്ദ്രൻ, ഇത് PK ശശീന്ദ്രൻ. എന്നിട്ട് ക്ലോക്ക് അടയാളം കൂടെ കൊണ്ട് അദ്ദേഹം കൊണ്ടുപോയി. അതൊന്നും ശശീന്ദ്രന്റെ വിഷയമേ അല്ല. അദ്ദേഹം പറയുന്നത് ഞാൻ പശുക്കിടാവ് എന്ന് പറഞ്ഞൊരു ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്, ചർക്ക എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്, ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ശശീന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിൽ ഈ സ്പ്ലിറ്റ് ഉണ്ടായിട്ട് കോൺഗ്രസ് S എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഈ 1980-കൾക്ക് ശേഷമൊക്കെയാണ് കോൺഗ്രസ് S ഉണ്ടാവുന്നത്. അതിലേക്ക് അന്നേ പോയ നേതാക്കളിൽ ഒരാളാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, ഇങ്ങനെ പോയിട്ടുള്ള കുറച്ച് ടീമുകളുണ്ട്. അവരെല്ലാം തന്നെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ്, പക്ഷെ ഇവർ ഇടതുപക്ഷത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. പിണറായി വിജയന്റെ ബന്ധു കൂടെയാണെന്നാണ് പറയുന്നത് ഈ AK ശശീന്ദ്രൻ. അതായത് AK ശശീന്ദ്രൻ മന്ത്രിയായ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ്, അദ്ദേഹം ഒരു പെൺകുട്ടി, അതായത് ഹണി ട്രാപ്പിൽ വീണ് AK ശശീന്ദ്രൻ്റെ ആ കഥയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. അതായത് മംഗളം എന്ന് പറയുന്ന പത്രത്തിന്റെ ഒരു ചാനൽ ലോഞ്ചിങ്ങിന് അവർ ആദ്യം വിടുന്ന അവരുടെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ശശീന്ദ്രൻ ഒരു പെൺകുട്ടിയുടെ ഹണി ട്രാപ്പിൽ വീഴുന്ന ഒരു വാർത്തയാണ്. അതിനെയും അതിജീവിച്ച്, അതായത് രാജിവെക്കേണ്ടി വന്നിട്ട് പിന്നെയും അത് അതിജീവിച്ച് പിന്നെയും മന്ത്രിയായത്. അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാത്ത, അധികാരമില്ലാതെ ശശീന്ദ്രന് ജീവിക്കാൻ കഴിയില്ല. വയസ്സ് 82 83 പിണറായിയേക്കാളും മൂത്തതാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അവരുടെ പാർട്ടിക്ക് തലവേദനയാണ്. അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഈ കിഴവനെ എന്തിനു മത്സരിപ്പിക്കണം എന്നൊക്കെയാണ് ഈ പറയുന്ന ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ താഴെ കമന്റ് ബോക്സിൽ വരുന്നത്. അത് സ്വയം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അത് ഈ പറയുന്ന LDF മുന്നണിക്ക് മനസ്സിലാകുന്നില്ല. മുന്നണി യോഗങ്ങളിൽ നിരവധി തവണ ഈ പറയുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ജോസ് കെ മാണിയൊക്കെ തന്നെ സഭയിൽ നിങ്ങളിത് അവതരിപ്പിക്കണം. കാര്യം ജോസ് കെ മാണി എന്ന് പറയുന്നത് പിന്നെ പാലയിലും കോട്ടയത്തും ഒക്കെയുള്ള മലയോര കർഷകരുടെ പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. കാര്യം അവരുടെ കർഷകർക്കൊക്കെ അവരുടെ കൃഷിക്ക് നാശം ഉണ്ടാകുന്നു, പിന്നെ നാട്ടിലേക്ക് പുലി ഇറങ്ങുന്നു, ചെന്നായി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, കരടി ഇറങ്ങുന്നു, ഇതൊക്കെ ഇറങ്ങുന്നതെല്ലാം പ്രശ്നമാണ്. അതിന് സർക്കാരിൻ്റെ ബില്ല് പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇടപെടുമ്പോൾ ഈ ശശീന്ദ്രന് വേണ്ടി CPM ഇടപെടുകയാണ്. നിങ്ങളതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളവിടെ മൂലയിൽ ഞങ്ങൾക്കറിയാം അതൊക്കെ ചർച്ച ചെയ്യണം. ശശീന്ദ്രന് വേണ്ടി അപ്പം പറയുന്നത്. അപ്പൊ ശശീന്ദ്രൻ എന്ന് പറയുന്ന പിണറായിക്ക് പ്രിയപ്പെട്ട ആളാണ്. ചർച്ച ചെയ്തില്ല, സഭയിലൊന്നും പറഞ്ഞില്ല. ഒരു പ്രത്യേക സഭ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എന്ത് സഭ, ഏത് സഭ, എന്ത് കാര്യം എന്നാണ് പിന്നെ ഈ പറയുന്ന LDF കൺവീനർ രാമേഷൻ ചോദിച്ചത്, TP രാമേഷൻ ചോദിച്ചതാണ്. അല്ല, അതേപോലെ തന്നെ AK ശശീന്ദ്രന്റെ ഒരു പ്രധാന പ്രസ്താവനയായിരുന്നല്ലോ, നിങ്ങളൊക്കെ ഈ മരിക്കുന്ന ചേട്ടൻ പറഞ്ഞില്ലേ വന്യജീവി സംരക്ഷണ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അതിൽ തന്നെ ഇദ്ദേഹം സ്വീകരിച്ച മറ്റൊരു നിലപാടായിരുന്നു
ഇവരൊക്കെ കാട്ടിൽ അതിക്രമിച്ച് കയറിയ ആൾക്കാരാണ്, അങ്ങോട്ട് കയറി ചെന്ന് മരിച്ച ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ കാടുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ നിന്നാണ് ഈ വിറക് ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ കാടുമായി അവർ ജീവിച്ചു വന്ന രീതി അതാണ്. അപ്പോ അവരുടെ ജീവന് വിലയില്ല എന്നാണ് AK ശശീന്ദ്രൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് വളരെ ഫേമസ് ആവുകയും പിന്നീട് AK ശശീന്ദ്രന്റെ ഒരു നിലപാട് വേടനുമായി ബന്ധപ്പെട്ടായിരുന്നു. വേടൻ ഒരു നല്ല കലാകാരനാണ്, അതുകൊണ്ട് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് അന്ന് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് വേടനൊപ്പം നിന്ന മറ്റൊരാളായിരുന്നു AK ശശീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ വന്യജീവി മൃഗസംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ പലപ്പോഴും ഈ മലയോര കർഷകരെയും അതേപോലെ ഈ വയനാട് ജീവിക്കുന്ന സാധാ ജനങ്ങൾക്കും അതൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒപ്പീനിയനും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹം ഈ സാധാരണക്കാരന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. സത്യത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് കഴിഞ്ഞാൽ പോലീസ് വകുപ്പിനൊപ്പം തന്നെ ഏറ്റവും പഴുകേട്ട ഒരു വകുപ്പാണ്. ഇങ്ങനെ ഒരു മന്ത്രിയോ ഇങ്ങനെ ഒരു വകുപ്പ്, എന്തിനിങ്ങനെ ഒരു മന്ത്രി എന്ന് ജനം ചോദിച്ചു. എന്നിട്ടും ഈ പാർട്ടി ഇദ്ദേഹത്തിനെ നിർത്താൻ പറ്റില്ല എന്ന രീതിയിൽ ഇത്രയും കടുത്ത എതിർപ്പുണ്ടാക്കിയിട്ടും ഇദ്ദേഹം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് മായാജാലമാണ് ഇവരുടെ കേന്ദ്ര ഘടകത്തോട് കാണിച്ചതെന്നറിയില്ല. എന്തായാലും എലത്തൂർ എന്ന് പറയുന്നത് CPM-ന്റെ വോട്ടാണ്. ഇദ്ദേഹം CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ എങ്ങനെയാണ്, അതുപോലെ പകരം ഒരു പേര് വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചിഹ്നവും വ്യത്യാസമുള്ളൂ. CPM-മാരെ വോട്ടിട്ടാണ് ജയിക്കുന്നത്. എലത്തൂർ മണ്ഡലത്തിൽ ഒരിക്കൽ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ആ പറയുന്ന പോലെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇപ്പൊ ഒരു തീ പിടിച്ച വിഷയം ഉണ്ടായിട്ടുണ്ട്. ശശീന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് ചോദിക്കാനായിട്ട്. ശശീന്ദ്രൻ വളരെ കൂളായിട്ടായിരിക്കും മറുപടി പറയുന്നത്. അത്ര കണ്ട് രാഷ്ട്രീയം പഠിച്ച ഒരാളാണ്. ഇത്രയും നിന്ന് കളിക്കാൻ പറ്റിയ ഒരാൾ ഈ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ പിണറായിക്ക് ദേഷ്യം വരും. ഇദ്ദേഹത്തിന് ദേഷ്യം പോലും വരത്തില്ല. ഇദ്ദേഹം ഹണി ട്രാപ്പിൽപ്പെട്ട് മന്ത്രിസ്ഥാനം പോകുന്ന സ്ഥിതി വന്നപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് യാതൊരു കുണ്ഠിതവും ഉണ്ടായില്ല. അദ്ദേഹം അവിടെയും പിടിച്ചു നിന്നു, രാജിവെച്ചിട്ട് പിന്നെയും തിരിച്ചു കയറി വന്നു. പിണറായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. അപ്പൊ ഇപ്പൊ പാർട്ടിക്കാർ തന്നെ പണി കൊടുത്ത രീതിയിലാണ്. PK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ PK ശശീന്ദ്രൻ കൊണ്ട് പത്രിക കൊടുക്കുന്നു. അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇങ്ങനെ ഒരാൾ ക്ലോക്ക് ചിഹ്നത്തിലുണ്ടെന്ന്. അവിടെ എനിക്ക് വിഷയമില്ല. ഞാൻ പശുക്കിടാവിൽ മത്സരിച്ചിട്ടുണ്ട്, ക്ലോക്കിൽ മത്സരിച്ചിട്ടുണ്ട്, ചർക്കയിൽ മത്സരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ തോപ്പിക്കും. കാര്യം ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെ, ഒരു പിന്നെ എന്താ പറയാ, ദിവ്യ ബാലൻ എന്ന് പറഞ്ഞിട്ടൊരു കാൻഡിഡേറ്റിനാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ചിഹ്നം മാറും. ക്ലോക്ക് ശശീന്ദ്രന്റെ ചിഹ്നമാണല്ലോ ക്ലോക്ക്. അപ്പം പാർട്ടി ഇനി എത്ര പഠിപ്പിച്ചു വിട്ടാലും ക്ലോക്ക് ചിഹ്നത്തിൽ കുത്താനുള്ള ഒരു പേര് മാറി കുത്തിയാൽ എന്ത്? ഈ പേര് ഇപ്പം ഈ പറഞ്ഞ PK ശശീന്ദ്രന്റെ പേരിലാണല്ലോ ക്ലോക്ക് ഉള്ളത്. മറ്റേ ശശീന്ദ്രനുള്ളത് എന്താണ്? കാഹളം മുഴക്കുന്ന മനുഷ്യൻ. വോട്ട് മാറി, അങ്ങനെ മാറി. ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി വോട്ടിന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനമാവാനുള്ളൂ. ഒരു അപരൻ വന്ന് അപര സ്ഥാനാർത്ഥിയും ഉണ്ട്. അല്ല, അത് അറിഞ്ഞുകൊണ്ട് പാർട്ടി കൊടുത്തതാണ്. എന്ന് വെച്ചാലേ ഇത് താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പാർട്ടി എത്ര മാറ്റി വിട്ടിട്ടും കയറി നിൽക്കുവാണ്. കയറി നിൽക്കുമ്പോൾ ഇത്തരത്തിലെങ്കിലും ഈ ശല്യം ഒഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു പാർട്ടി ചതിച്ചതാണ്. പാർട്ടി ചോദിച്ചാൽ ഇത് ഒരു നിയോഗമാണ്, ദൈവത്തിന്റെ ഒരു കളി എന്നൊക്കെ നിയോഗം എന്നൊക്കെ പറയും. കാര്യം ഇദ്ദേഹത്തിന് ഒന്നും ഏശുന്നില്ല. നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ പോയി അനുവാദം വാങ്ങിച്ചുകൊണ്ടിരും, നിൽക്കും. ഏതായാലും മന്ത്രി പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞിട്ട് പോലും മന്ത്രി പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടന്ന, സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞിട്ട് കേൾക്കാതെ കടിച്ചു തൂങ്ങിക്കിടന്ന ഒരു മഹാനാണ് അദ്ദേഹം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇലക്ഷനിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവരുടെ LDF-ന്റെ വോട്ട് സ്പ്ലിറ്റ് ആവും. ക്ലോക്ക് ചിഹ്നത്തിന് കിട്ടേണ്ട വോട്ട്. അപ്പൊ അവിടെ പിണറായിക്ക് രക്ഷിക്കാൻ എന്തായാലും ശശീന്ദ്രനെ രക്ഷിക്കാൻ കഴിയില്ല. ശശീന്ദ്രനെ തോൽപ്പിക്കേണ്ടത് അവരുടെ പാർട്ടിയുടെയും കേരള ജനതയുടെയും ആവശ്യമാണ്. ആ ആനുകൂല്യം എന്ന് വെച്ചാൽ ഈ വോട്ട് സ്പ്ലിറ്റ് ആകുന്ന ആനുകൂല്യവും കോൺഗ്രസിന് കിട്ടുന്ന വോട്ടും എലത്തൂർ എന്ന് പറയുന്ന CPM കോട്ട അവിടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ബാധയെ ഒന്ന് ഒഴിപ്പിച്ചു വിടണം. AK ശശീന്ദ്രൻ എന്ന ബാധയെ, ഒഴിയാ ബാധയെ.